இந்த ரூம் எப்படி கிடக்குது பாருங்க. இங்க கெஸ்ட் வருது தானே, கொஞ்சம் நீட்டா வச்சுக்க கூடாதா? எவ்வளவு வாட்டி சொன்னாலும் കേൾക്കவே മാട്ടാങ്ക. எனக்கு சொல்லி சொல்லி നീ ഇവിടെ എന്തോ ചെയ്തോണ്ടിരിക്കുവാ? பாருங்க அம்மா, இப்படி ரூம போட்டு வச்சா எப்படி அம்மா? இதெல்லாம் ക്ലീൻ செய்ய வேண்டாமா? ഈ മുറി വൃത്തിയാക്കാൻ നിന്നാലേ നമ്മുടെ ജന്മം പാഴാവുന്നല്ലാതെ വേറെ ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. அம்மா எனக்கு மடிச்சு மடிச்சு என்ன கையெல்லாம் வலிக்குதம்மா. എന്തോ ചെയ്യാനൊക്കും, എത്ര പറഞ്ഞാലും കേക്കത്തില്ല. ആഹാ, രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നാ? ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും ഒന്നിച്ചാ. சாப்பாடு எப்படி இருந்தது? ആ ഫുഡ് കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കരിമീൻ കറി കൊള്ളാട്ടാ, ചമ്മന്തി നന്നായിട്ടുണ്ട്. ഭർത്താവ് എന്തേ? ചേട്ടൻ അവിടെ കിടന്നുറങ്ങണമ്മ, എനിക്ക് അവിടെ ഒറ്റക്കിരുന്ന് ബോറടിച്ചപ്പ ഞാൻ അമ്മയുടെ അടുത്ത് കുറച്ചു നേരം സംസാരിക്കാന്ന് ഓർത്തിങ്ങ് വന്നതാ. ഷൂ, എന്തുമാത്രം പണിയാണ് അമ്മയെ വീട്ടില്, പണി തീരണില്ലല്ലേ? അത് പിള്ളേരുള്ള വീടുകളിലെല്ലാം അങ്ങനെ, എത്ര പണി എടുത്താലും തീരത്തില്ല. സത്യം പറഞ്ഞാലേ മോളെ കണ്ടപ്പം ഈ വീട്ടിലെ ഒരാളായിട്ട് വന്ന് തോന്നുവാ. എനിക്കും അങ്ങനെ അമ്മേ, എനിക്ക് എന്റെ സ്വന്തം വീട്ടില് പോയ പോലെ ഉണ്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക്. കനകം, മോട്ടർ ഓഫ് ചെയ്തായിരുന്നോ? இல்லம்மா. ഓഫ് ചെയ്തില്ല ഇതുവരെ? இல்லம்மா. എന്നാ പോയി ഞാൻ മോട്ടർ ഓഫ് ചെയ്ത്. പോയിട്ടും വാ, പോയിട്ടും വാ. ഷോ, കനകം, ആ പാവ കൊള്ളാല മാലാഖ. அது வந்து நம்ம கேசுக்கு gift கிடைச்சது. അതെല്ലേ? പക്ഷെ ഭയങ്കര പൊടിയുണ്ട് ട്ടാ. பொடி இருக்கா? അതൊക്കെ ഒന്ന് തുടച്ചു വെച്ചൂടെ? ஐயோ இப்பவே துடைக்கிறேன், அல்லைனா நான் மறந்துடுவேன். அப்புறம் இது വേഗം மடிக்கிறேன். തുടക്ക്, നല്ല പാവ. ഞാനെന്നാ അങ്ങോട്ട് ചെല്ലട്ടെ, ചേട്ടൻ ഇപ്പൊ ഉറക്കത്തിന്ന് എഴുന്നിട്ടുണ്ടാവും. എന്നെ കണ്ടില്ലേ, സങ്കടവും ഭയങ്കര ഇഷ്ടമാണ്, അതാണ്. ചെല്ലട്ടെ? ശരി. பாவம். എന്നാലും ഇത് എവിടെ പോയി? അമ്മൂമ്മ, അമ്മൂമ്മ, ആ മുറിയില്ലേ ഞാനൊരു പുതിയ ലിപ്സ്റ്റിക്കും പിന്നെ ഈ കവളൊക്കെ ചുമക്കണ സാധനവും മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, എടുത്തായിരുന്നു അത്? ഞാൻ എടുത്ത് ഇട്ടേക്കുന്നുണ്ടല്ലോ, ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, കവളത്ത് ചുമക്കുന്ന സാധനം ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് എന്താ പായന്തലാണ്? എന്തിയേ എന്റെ ലിപ്സ്റ്റിക് അവിടെ? ഞാൻ എടുത്തില്ല വച്ചേ. പായ നല്ലോണം ഞാനും എടുത്തില്ല, എനിക്ക് എന്തിനാണ് പായ നല്ലോണം? എന്റെ പുതിയ ലിപ്സ്റ്റിക് അത് കിട്ടിയില്ലെങ്കിൽ ഇവിടെ അലമ്പാവൂട്ടാ. ഓ, ഞാൻ ഉച്ചക്കൊന്ന് മയങ്ങാവെന്ന് വിചാരിച്ച് തലാണ നോപ്പിക്കാൻ തലാണ കാണുന്നില്ല. ഒരെണ്ണം അപ്പുറത്തെ മുറിയിലുണ്ട്, അതെടുത്തോ. அம்மா, அம்மா, கிச்சன்ல இருக்கிற பாத்திரம், ஸ்பூனு, கிளாஸ் ஒண்ணுமே காணோமா? അതൊക്കെ അവിടെ പോയി? எனக்கு தெரியாது லிச்சு. അത് ആരെടുത്തോണ്ട് പോനാ? അതെ, നിങ്ങൾ ആരെങ്കിലും നമ്മുടെ പുറത്തു കിടന്ന മണിയും തത്ത എടുത്തായിരുന്നു? ഇല്ല. ഇല്ലേ? അതിവിടെ കാണാനില്ല. അല്ല, ആ തൂണിന്റെ മുകളിൽ ചെടിച്ചട്ടി ഉണ്ടായിരുന്നില്ലേ? അയ്യോ, അത് ഇവിടുത്തെ ചെടിച്ചട്ടി എവിടെ? എവിടെ? ഇവിടുത്തെ സാധനങ്ങളൊക്കെ എവിടെ? എന്നോട് ചോദിച്ചാ ഞാൻ എന്താ പറയാനാ? മണിയും തത്ത എവിടെ? ചെടിച്ചട്ടി എവിടെ? ஐயோ எனக்கு தெரியாது கேசு. വാഷ് ചെയ്തിട്ടിരുന്ന എന്റെ ജീൻസ് കാണുന്നില്ല. ആ, എന്റെ ജീൻസ് അവിടെ കാണുന്നില്ല. എന്റെ പൊന്നു സേതു, ഇവിടെ ഉള്ള ഒരു സാധനവും കാണുന്നില്ല. ഒന്നും കാണുന്നില്ലേ? ഇല്ലെന്ന്. അല്ലേ, ചെടിച്ചട്ടി കാണാനില്ല, മണിയും തത്തയും കാണാനില്ല, എവിടെ ഉണ്ട്? എന്റെ ലിപ്സ്റ്റിക് കാണാനില്ല. അതവിടെ പോയി. പായും തലാണ വരെ കാണുന്നില്ല. கிச்சன்ல பாத்திரம் எல்லாம் இல்லப்பா. പാത്രമില്ലേ? അളിയാ, എടാ, എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. കള്ളം കയറിയ
കള്ളം കറി ഇതൊക്കെയാണ് എടുത്തോണ്ട് പോണേ. അളിയാ വല്ല ഇരിക്കണ അമ്മേ 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 ഹോം സ്റ്റേ വാ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. അമ്മേ അമ്മേ എന്താ നിങ്ങളതോടെ പോണ്? അല്ല ഞങ്ങളെ റൂം വെക്കേറ്റ് ചെയ്യാം. റൂം വെക്കേറ്റ് ചെയ്യാനാ? അതിന് നാളെയല്ലേ ചെക്കൗട്ട്? നാളെയാണ്, പക്ഷെ പെട്ടെന്ന് നാട്ടിൽ നമുക്കൊരു കോള് വന്നു. അമ്മാവിന് തീരെ സുഖമില്ലാന്ന് പറഞ്ഞിട്ടേ, അപ്പൊ അർജന്റായിട്ടൊന്ന് പോകണത്. ബില്ലൊന്ന് സെറ്റിൽ ചെയ്തേക്കാം നമുക്ക്. ഓ ചേട്ടാ, നമുക്ക് അപ്പം എന്തായാലും അർജന്റായിട്ട് കോള് വന്നല്ലേ? അതെ, അമ്മാനോയ്യത്തല്ലേ? അമ്മാവിന് തീരെ വയ്യ, അർജന്റാ. അപ്പൊ നിങ്ങൾ വിട്ടോ പേയ്മെന്റ്? അത് ഞങ്ങൾ മെസ്സേജ് ചെയ്യാം, ഓൺലൈനിൽ അടച്ചാൽ മതി. അല്ല പറഞ്ഞോ, കുഴപ്പമില്ല, നമുക്കത്. അല്ല ഇപ്പൊ നിങ്ങളിപ്പോ ധൃതി പിടിച്ചാൽ ചെയ്യണ്ട, കുഴപ്പമില്ല, നിങ്ങൾ പോയിക്കോളൂ. എന്നാ പിന്നെ ഞങ്ങൾ എങ്ങനെ ഇറങ്ങട്ടെ? ഓക്കെ എന്നാ ശരി, സന്തോഷം. അതെ, മറ്റേ ബാഗ് എടുത്തിട്ട് ചേട്ടൻ ഇത് പിടിക്കും. ബാഗാ? ബാഗ് എടുത്തിട്ട് ബാഗ് എടുത്തിട്ട് വാ. എടുത്തിട്ടമ്മേ പോകേട്ടാ. പോയിട്ട് വരാം. ഒരു മിനിറ്റ്, നിങ്ങൾ വന്നപ്പോ ഒരു ബാഗല്ലേ ഉണ്ടായോളൂ? ഇല്ല, ഞങ്ങള് 2 ബാഗ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇല്ല ഏട്ടാ, നമ്മള് 2 ബാഗ് കൊണ്ടുവന്ന്. ആ ഇറങ്ങട്ടെ? ആയിക്കോട്ടെ. ഒരു മിനിറ്റ്, ഇതെന്താ? ഇതാ പുറകിലത്തെ തെങ്ങുമെന്ന് പറഞ്ഞ തെങ്ങും പോക്കല. മാമന് ഭയങ്കര നടുവേനെ മോളിന്ന് വേണ്ടി രസായനം വെച്ച് കൊടുക്കാൻ. ഏത് തെങ്ങിന്ന് പറിച്ച പൂക്കോല? അടുക്കള മുറ്റത്ത് മണ്ട പോയ തെങ്ങിന്റെ 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 അളിയാ വാല് വാലളിയാ. അയ്യോ, കുതിര. കുതിര. കനകാന്റി എന്താ ഇത്? അയ്യോ, എന്നോട് സ്പൂണ്. എന്റെ ലിപ്സ്റ്റിക് ഉണ്ടോന്ന് നോക്കൂ. നോക്കല്ലോ. ജീൻസ് ജീൻസ് ചേച്ചിയുടെ ആയിരിക്കില്ലേ? അല്ല, പാറുവിന്റെ. മണി. അയ്യോ, അപ്പൊ എങ്ങനാ? അയ്യോ, ഇപ്പഴാ ഒരു കാര്യം ഓർത്തത്. ബാഗ് മാറിപ്പോയി. ഇതല്ല നമ്മുടെ ബാഗ്. നമ്മുടെ ബാഗ് കട്ടും വരിപ്പുണ്ട്. പോയി എടുത്തോണ്ട് വാ, ഇത് നമ്മുടെ ബാഗല്ലേ. ആറരയാ? ഇത് ചിലപ്പോ നിങ്ങളുടെ ആയിരിക്കും, ഞങ്ങളുടെ അല്ല. അത് നിങ്ങളുടെ ആയിരിക്കും കേട്ടോ. പിടി മാറിപ്പോയതായിരിക്കും. വേണ്ട, അത് എടുത്തു. അത് മാമൻ ഇനി വാ തുറക്കല്ലേ. ഇവിടുത്തെ അറിയാതെ തേങ്ങ അമ്മൂമാ. ഓ അടുക്കളയല്ലേ? നമ്മുടെ ഫ്രിഡ്ജ് അവിടെ ഇരിക്കണ നോക്ക്. എന്തിന് എടുത്തിനകത്ത് വെച്ച കാര്യമുണ്ട്? അല്ല ഇനി അത് അറിയാതെ പറ്റിയതായിരിക്കും. ഇതാ അളിയാ, ഇത് മൊത്തം നമ്മുടെയാ. പ്ലീസ്, സോറി, ക്ഷമിക്കണം. ഇനി ഒന്നും നോക്കട്ടെ, പോലീസ് വിളിച്ചു. വിളിക്കരുത്, പോലീസിനെ വിളിക്കരുത്. അറിയാതെ ഒരു കൈബദ്ധം പറ്റിയതാ. ഇതോ? അതെ, അറിയാതെ. നിങ്ങൾ എന്താ ഞങ്ങളെ കണ്ടിട്ട് എന്തിനാണ് നിങ്ങൾക്ക്? അയ്യോ, ഇല്ല, അതെ, പോലീസിനെ വിളിക്കരുത്. സത്യം പറയാലോ, ഇതിവിടെ ഒരു അസുഖമാണ്. അയ്യോ, അത്യാവശ്യം നല്ലൊരു കുടുംബത്തിലെ അംഗങ്ങളാ ഞങ്ങള്. ഓ, അതിപ്പോ ഞങ്ങൾക്ക് കണ്ടപ്പോ മനസ്സിലായി. അയ്യോ അമ്മ, അങ്ങനെ അല്ല, ഇവക്കൊരു അസുഖമുണ്ട്. ഇങ്ങനെ ഈ വെറുതെ ഇരിക്കുന്ന സമയത്തെ ആരുടെയെങ്കിലും സാധനം അടിച്ചു മാറ്റണം എന്നൊരു തോന്നലുണ്ടാവും. അങ്ങനെ വരുമ്പോ ഞങ്ങള് നേരെ ഊരി വിറ്റാൻ വേണ്ടി ഇറങ്ങി. ചേട്ടാ, അങ്ങനെ വരുമ്പോ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഊരി വിട്ട് ഇറങ്ങില്ല, വീട്ടിൽ തന്നെ ഇടണം. ഇന്നാ എന്റെ കാര്യം തീർന്നു.
ഒരുപാട് ഡോക്ടറെ കാണിച്ചു നോക്കി, ഒരു രക്ഷയില്ല, ഒരു മരുന്നും ഫലിച്ചില്ല. സാധാരണ ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ പോയി താമസിക്കുമ്പം ഇവിടെ സാധനങ്ങൾ അടിച്ചു മാറ്റി പിടിക്കപ്പെടുകയാണെങ്കിൽ പൈസ കൊടുത്ത് ഊരാറാണ് പതിവ്. പക്ഷെ ഇവിടെ അത് നടന്നില്ല. ഡൗട്ട് വെച്ചോട്ടെ, ഈ സാധനം കടയിൽ പോയി അന്തസ്സായിട്ട് എന്നാ പിന്നെ കാശ് കൊടുത്തങ്ങ് മേടിച്ചാ പോരെ? അതിലൊരു ത്രില്ലില്ല. ഒന്നും തോന്നണ്ട, ക്ഷമിക്ക്. അല്ല ചേട്ടൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഓ. ചേട്ടൻ ഈ അവസ്ഥയെ പറ്റി ഇത്രയൊക്കെ അറിയാമായിരുന്നിട്ടും ചേച്ചി ഇതിനു വേണ്ടി സാധനം അടിച്ചു മാറ്റി ബാഗിലാക്കി പാക്ക് ചെയ്യുന്നിടം വരെ എന്നാ തേങ്ങ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ ഉറങ്ങിപ്പോയി. പെട്ടെന്ന് ഇവള് ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേപ്പിച്ചിട്ടേ അമ്മാവന് സുഖമില്ല നാട്ടിൽ പോകാന്ന് പറഞ്ഞപ്പം ഞാൻ ചാടി എഴുന്നേറ്റ് പോന്ന, ഞാൻ കണ്ടില്ല, അതാ പറ്റിപ്പോയി. അമ്മേ ഇവിടെ മാറുണ്ട്. അമ്മേ സത്യം പറയട്ടെ, ഞാനല്ല കട്ടത്, എന്റെ അസുഖമാണ് കട്ടത്. അമ്മ എനിക്ക് എന്റെ സ്വന്തം അമ്മേനെ പോലെയല്ലേ. സത്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോ ഒരു സാധനവും ഞാൻ കക്കൂല. ഇനി വരൂ? വരാട്ടാ. അസുഖല്ലേ, വിട്ടുകള.